ഹലോ എവരിവൺ, എല്ലാവർക്കും ASDP അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സുഖം വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്ന നമ്മുടെ കമ്പനി ബോർഡുകളിലേക്ക്, അല്ലെ നമ്മുടെ കമ്പനി ബോർഡുകളിലേക്ക്, നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് നമ്മുടെ പ്രധാനമായിട്ട് രണ്ട് നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡിലേക്ക് വന്നിട്ടുള്ളത്. അല്ലെ നമ്മുടെ ജൂനിയർ അക്കൗണ്ട് എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഇപ്പം നോട്ടിഫിക്കേഷൻ മറ്റും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്താണ്, അതിന്റെ ഏജ് ലിമിറ്റ് എന്താണ്, ഓക്കെ, ആർക്ക് അപേക്ഷിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ എന്നാണ് വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെ അപേക്ഷിക്കാം, അല്ലെ എവിടേക്കൊക്കെയാണ് പ്രധാനമായിട്ട് പോസ്റ്റിംഗ് ചെയ്യുന്ന സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, മുഴുവനായിട്ട് കണ്ടിരിക്കുക. ഓക്കെ, ഡൗട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഡൗട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യും തരുന്നതായിരിക്കും. ഓക്കെ, തുടങ്ങാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന 363/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ വന്നിട്ടുള്ളതാണ്. കാരണം 363/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം ഗസറ്റഡ് ഡേറ്റ് എന്ന് പറയുന്ന അടുത്ത ദിവസങ്ങളായി പറയുന്ന 15-ാം തീയതി അല്ലെ, 15-ാം തീയതിയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഗസറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2025 ആണ്. അടുത്ത മാസം 15-ാം തീയതി വരെ നിങ്ങളുടെ മുന്നിലേക്ക് സമയമുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സമയമുള്ളതാണ്. പ്രധാനമായിട്ട് ഏത് ഫേമിലേക്കാണ് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കീഴിൽ, അല്ലെ നമ്മുടെ ഗവൺമെന്റ് കീഴിൽ പ്രധാനമായിട്ടുള്ള പല ഗവൺമെന്റ് ഓൺഡ് കമ്പനികളുണ്ട്, അല്ലെ കമ്പനികളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, ബോർഡുകളുണ്ട്, അല്ലെ നിങ്ങൾക്ക് അറിയായിരിക്കും ഖാദി ബോർഡുകൾ, അതേപോലെ തന്നെ പറയുന്ന അർബൻ ഡെവലപ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ ഇത്തരത്തിലുള്ള ബോർഡുകളേക്കാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വിളിക്കുന്നത്, അല്ലെ. ഇനി ഏതാണ് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫൈനാൻസ് ബോർഡുകളിലെ കോർപ്പറേഷനിലേക്ക്, അല്ലെ അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക്, അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റിലേക്ക്, എന്താണ് ഹാൻഡ്ലൂം കൈത്തറിയൊക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക്, അല്ലെ അതേപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, നമുക്ക് KMML ഏറ്റവും വലിയ ടൈറ്റാനിയം പ്ലാന്റ് കൂടിയാണ്, അല്ലെ പറയുന്ന KMML-ലേക്ക്, അതുപോലെ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷനിലേക്കാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഫേമുകളിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഏതൊക്കെ ബോർഡുകളിലേക്കാണ്, ഏതൊക്കെ കമ്പനിയാണ് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പേജ് തന്നിട്ടുണ്ട്, അല്ലെ ഏതൊക്കെയാണ് ഈ പറയുന്ന ഖാദി, അതേപോലെ തന്നെ ഈ പറയുന്ന റൂറൽ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ടുള്ളത്, അതേപോലെ ഈ പറയുന്ന ഫാമിംഗ് ആൻഡ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതേപോലെ തന്നെ ഈ പറയുന്ന ഹാൻഡ്ലൂം ഡെവലപ്മെന്റ്, അതുപോലെ ഫിലിം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, മിനറൽസ് മെറ്റൽസ് ലിമിറ്റഡ് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ മെഷീനറി അഗ്രോ മെഷീനറി ബന്ധപ്പെട്ടുള്ള കോർപ്പറേഷൻ ഈ പറഞ്ഞ ബോർഡുകളേക്കാണ് പ്രധാനമായിട്ടും വിളിച്ചിട്ടുള്ളത്. പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏത് പോസ്റ്റിലേക്കാണ് അയക്കുന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, അല്ലെ അക്കൗണ്ട്സ് ക്ലർക്ക്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ എന്ന തസ്തികയിലേക്കാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ അസിസ്റ്റന്റ് തസ്തികയിലാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കാണ് പ്രധാനമായിട്ട് വിളിച്ചിട്ടുള്ളത്. പേ ഓഫ് സ്കെയിൽ എന്ത് ചെയ്യാൻ പറയുന്ന ഈ പറഞ്ഞ കമ്പനികൾ അല്ലെങ്കിൽ പറയുന്ന ബോർഡുകൾ അടിസ്ഥാനപ്പെടുത്തി എന്ത് വ്യത്യാസപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, പ്രധാനം പറയുന്നത്. അതേപോലെ തന്നെ വേക്കൻസി എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് പറയുന്നില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറയുന്നത്. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പ്രധാനമായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. നമുക്ക് എത്രത്തോളം വേക്കൻസി നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം, അതേപോലെ എത്ര സാലറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പ്രധാനം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 18 മുതൽ 36 വയസ്സിനിടയിലുള്ള ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അയക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ 2/1/1989 1/1/2007 ഇവിടെ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അയക്കാൻ സാധിക്കുന്നുള്ളതാണ്. എന്താണ് 2/1/1989 1/1/2007 ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 18 മുതൽ 36 വയസ്സിനിടയിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെ അറിയേണ്ടത് അതാണ്, അല്ലെ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കാത്തിരുന്ന ഈ പറഞ്ഞ BCom ഡിഗ്രി ഉള്ളവർക്കാണ്, അല്ലെ എന്താണ് BCom, അല്ലെ പറഞ്ഞ ബാച്ചിലർ ഓഫ് കൊമേഴ്സ്, അല്ലെ പറഞ്ഞ BCom ഡിഗ്രി ഉള്ളവർക്ക് തീർച്ചയായിട്ടും അയക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലെ അക്കൗണ്ട്സ് വിഭാഗത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ എന്തറിഞ്ഞിരിക്കണം കൊമേഴ്സ് അറിഞ്ഞിരിക്കണം, അല്ലെ ഈ പറഞ്ഞ BCom പഠിച്ചവർക്ക് മാത്രമേ റെക്കഗ്നൈസ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി, അല്ലെ ഈ പറഞ്ഞ റെക്കഗ്നൈസ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ള പറയുന്ന രീതിയിൽ BCom ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഒന്നെങ്കിൽ BCom ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റ് എന്ത് ചെയ്യണം മറ്റ് തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ അയക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഈക്വലന്റ് ആയിട്ടുള്ള ഹയർ ക്വാളിഫിക്കേഷൻ എന്താണ് നമ്മൾ എന്ത് ചെയ്യും അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും.
ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 15/10/2025 പ്രധാനമായിട്ട് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അയക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക. ഓക്കെ 15-ാം തീയതി, അടുത്ത മാസം 15-ാം തീയതി വരെ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ള ബുധനാഴ്ചയ്ക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് 364/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ്. 364/2025 കാറ്റഗറി നമ്പറിൽ 15/9/2025 അത് ഈ പറയുന്ന ദിവസത്തിലാണ് എന്ത് ചെയ്യുന്നത്, വന്നിട്ടുണ്ടായിരുന്നത്. 15/10/2025 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അത് ഇതേ പറയുന്ന വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനികളിലേക്ക്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക്, ബോർഡുകളിലേക്ക്, കോർപ്പറേഷനാണ് പ്രധാനമായിട്ട് വിളിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പറഞ്ഞ SC/ST വിഭാഗത്തിലുള്ള SC/ST ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷനുകൾ, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്റ്റീവ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ പറയുന്ന സ്ഥാപനങ്ങളിലേക്കാണ് പ്രധാനമായിട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അക്കൗണ്ട്സ് ഗ്രേഡ് 2, അതേപോലെ അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അക്കൗണ്ടന്റ് ഗ്രൂപ്പ് 2 എന്നുള്ള തസ്തികയിലേക്കാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, വിളിച്ചിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഈ കമ്പനികൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, മാറും. അതേപോലെ തന്നെ വേക്കൻസി എന്ന് പറയുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയെ കൊടുത്തിട്ടുള്ളത്. അതായത് വേക്കൻസിയെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. ഓക്കെ അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18-36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അയക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നോക്കേണ്ടത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തൊട്ടുമുമ്പ് പറയാൻ പറ്റില്ല. ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന SC/ST OBC വിഭാഗത്തിൽ പെടുന്ന പ്രധാനമായിട്ട് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ടെന്ന് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനും പറയുന്നുണ്ട്, ഈ നോട്ടിഫിക്കേഷനും പറയുന്നുണ്ട് അല്ലേ. നോക്കുക other backward communities and SC/ST candidates are eligible for use യൂഷ്വൽ ഏജ് റിലാക്സേഷൻ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ OBC കാറ്റഗറിക്ക് 3 വർഷം, അതേപോലെ തന്നെ SC/ST കാറ്റഗറിക്ക് 5 വർഷം കൊടുക്കുന്ന ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നത് ആയിരിക്കും. അതിനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട. ഓക്കെ ഓക്കെ അതേപോലെ തന്നെ അതിന്റെയും ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BCom തന്നെയാണ് അല്ലെ. പറഞ്ഞ അക്കൗണ്ട്സ് വിഭാഗത്തിലേക്കാണ്. അതുകൊണ്ട് എന്തായിരിക്കും BCom തന്നെ ആയിരിക്കും. അതിന്റെ എന്താണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഈക്വൽ ഹയർ എഡ്യൂക്കേഷൻ എന്താണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു അടുത്ത വീഡിയോ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2025 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. പറയുന്ന 12 മണിക്കുള്ളിൽ, ബുധനാഴ്ച 12 മണിക്കുള്ളിൽ തന്നെ ഈ പറയുന്ന അപേക്ഷകൾ എന്ത് ചെയ്യണം, സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വന്നിട്ടുള്ള 2 നോട്ടിഫിക്കേഷൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നിങ്ങൾ കാത്തിരുന്നാൽ നമുക്കറിയാം അല്ലെ, കാത്തിരുന്നറിയാം. BCom ഉള്ളവർ തീർച്ചയായിട്ടും അപേക്ഷിക്കാതിരിക്കരുത്. ഓക്കെ നിങ്ങൾ BCom അപേക്ഷിക്കാതിരിക്കുക. കാരണം BCom ഉള്ളവർക്ക് മാത്രമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നമ്മൾ പറയാം. ഓക്കെ ഇക്വലന്റ് ആയിട്ട് ഉള്ളവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ പോലും നിങ്ങൾ BCom ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം ഒരുപാട് കോമ്പറ്റീഷൻ അവിടെ കുറഞ്ഞു കിട്ടും. നിങ്ങൾ BCom കാരുടെ കോമ്പീറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബാക്കിയുള്ളവരുമായിട്ടുള്ള ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് BCom ഉള്ളവർ ഉടനെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചു തുടങ്ങാൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ നല്ലൊരു സാലറിക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ കമ്പനികൾ വ്യത്യാസപ്പെട്ടുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും ഏറെക്കുറെ നല്ലൊരു സാലറി നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ അത്തരത്തില് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ല ബാച്ചാണ് നമ്മൾ ഈ പറയുന്ന ഒറ്റ കോഴ്സിൽ 6 പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു കോഴ്സ് എന്ന് പറയും. ഓക്കെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCID, KAT പ്രോ എക്സാമിനേഷൻസ് തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാച്ചാണ് നമ്മൾ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റ കോഴ്സിൽ 6 പരീക്ഷകൾ പാസ്സാക്കാൻ പറ്റിയ പുതിയൊരു ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് കയറിയ ശേഷം നമ്മുടെ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല അതിന് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഈ പറയുന്ന 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് തൊട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ അതിന് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് കയറി അത് നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ അതേപോലെ തന്നെ ആദ്യത്തെ റാങ്ക്, ഓക്കെ നമ്മുടെ ഈ പറഞ്ഞ എക്സാമിനേഷൻസിന്റെ ആദ്യത്തെ റാങ്ക് എന്താ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെ, ആദ്യത്തെ റാങ്ക് നിങ്ങൾക്ക് വേണമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ
അതാണ് ആദ്യത്തെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പേടിക്കുന്നത് വേണ്ട അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും സ്വപ്നം കാണുന്നത് എപ്പോഴും എന്താണ്, ഉയരത്തിലേക്ക് സ്വപ്നം കാണുക എന്നുള്ളതാണ് അല്ലേ. എപ്പോഴും നമ്മൾ ഉയരത്തിലേക്ക് നമ്മൾ സ്വപ്നം കാണുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, കൊച്ചു കൊച്ചു സ്വപ്നങ്ങളായിട്ട് എന്ത് ചെയ്യുക, മരിച്ചു പോകാതെ നമുക്ക് ഒരുപാട് സ്വപ്നം കാണാം അല്ലെ. ഒരുപാട് സ്വപ്നം കാണാർക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് കിട്ടും അല്ലെ. അപ്പോൾ എന്ത് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരുപാട് വേണ്ടി എന്ത് പരിശ്രമിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുപാട് പഠിക്കും, ഒരുപാട് പരിശ്രമിക്കുക, എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫലം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും. താങ്ക് യു.